കെ.എം. ഷാജി ആ പ്രസംഗം നടത്തുന്നത് ബി ജെ പിക്കെതിരായിട്ടല്ല. ബി ജെ പി ഇന്ത്യയിൽ നടത്തുന്ന മുസ്ലിം വിരുദ്ധ ഹേറ്റിനെതിരായിട്ടല്ല. അത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിനെതിരായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് മതമല്ല പ്രശ്നം, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, 2 പഞ്ചായത്ത് മെമ്പർ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടുമെന്ന പേരിൽ, പദവി കിട്ടുമെന്ന പേരിൽ ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളെ കൊണ്ടുപോകണ്ട എന്നാണ്. അപ്പോൾ CPIM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതനിരപേക്ഷ പാർട്ടി അല്ലെങ്കിൽ മതനിരാസ പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് നിങ്ങൾ ആളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുസ്ലിം മൈനോറിറ്റിയെ, അത് നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള അത് നമ്മുടെ ഐഡൻറ്റിറ്റി ആൻഡ് നമ്മുടെ എക്സിസ്റ്റൻസ് പോലുള്ള പ്രശ്നത്തിനല്ല, പ്യുവർലി നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു സംഗതിയാണത്. അതൊരു മതനിരാസ പാർട്ടിയാണ്, അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് മുസ്ലിം മൈനോറിറ്റിയിലുള്ള മനുഷ്യന്മാരെ വിശ്വാസവുമായിട്ട് പൂർണ്ണമായും കണക്ട് ചെയ്യാൻ അദ്ദേഹം നടത്തുന്ന പ്രസംഗമാണ്. ആ പ്രസംഗം ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും BJP ഉയർത്തുന്ന ത്രെട്ടിനെ സ്പർശിക്കുന്നതല്ല എന്ന് കാണണം. BJP അല്ല ആ പ്രസംഗം നടത്തുമ്പോൾ ഷാജിയുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട സംഗതി. ആ പ്രശ്നം അതിനകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിങ്ങൾക്കുള്ള പ്രശ്നം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന നയപരമായ പ്രശ്നങ്ങൾ, അവരെടുക്കുന്ന തെരഞ്ഞെടുപ്പ് നയങ്ങൾ, അവരുടെ ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് അങ്ങനെ കൈകാര്യം ചെയ്യണം. അല്ലാതെ അത് മുസ്ലിം നിരാസമാണ്, മുസ്ലിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഇത് ഇസ്സത്തുള്ള പാർട്ടിയാണ്, ഈ കൊടി പിടിച്ചാൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമല്ല. മതമാണ് പ്രശ്നമെന്ന് പറയാനുള്ള റൈറ്റ് ഷാജിക്കൊണ്ട് ഒരു തർക്കവുമില്ല ഇന്ത്യൻ കോൺടാക്സിൽ, അദ്ദേഹത്തിന് പറയുകയും ചെയ്യാം. പക്ഷേ അത് പറയുന്നത് അപ്പുറത്തെ പാർട്ടി മതമില്ലാത്ത പാർട്ടിയാണ്, ആ പാർട്ടി പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾക്ക് മെമ്പർ പദവി തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോവുകയാണ് എന്നല്ല. അത് സത്യത്തിൽ ഈ അടിസ്ഥാന മുദ്രാവാക്യമാണല്ലോ ഈ പറഞ്ഞ BJP RSS സംഘപരിവാർ ഉയർത്തുന്ന പ്രശ്നത്തോടുള്ള നമ്മുടെ മുദ്രാവാക്യത്തിൻ്റെ വഴി തിരിച്ചു കളയുന്ന പരിപാടിയാണ്. അത് ചേരുന്നതാണ് ഞാൻ പറയാം. പിന്നെ ഈ ഷാജിയെക്കുറിച്ച് നേരത്തെ അജിംസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി മുദ്രാവാക്യം അദ്ദേഹം പറയാൻ തുടങ്ങി എന്താണ്? അദ്ദേഹം മതത്തിൻ്റെ മതവിശ്വാസത്തെക്കുറിച്ച്, അതെ, കോർ മതവിശ്വാസം, ഞങ്ങളെ മനുഷ്യനാക്കിയത് മതമാണ്. ആ മതവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ ഉയർത്തിയിട്ടുള്ള പലവിധങ്ങളായ വിവാദങ്ങളുണ്ടായിരുന്നല്ലോ. ആ വിവാദങ്ങൾക്കകത്തൊക്കെ എവിടെയായിരുന്നു ഷാജിയുടെ സ്ഥാനം? നിലവിളക്ക് വിവാദം നമുക്ക് ഓർമ്മയുള്ള കാലമാണ്. എന്തായിരുന്നു ഷാജിയുടെ നിലപാട്? എന്തായിരുന്നു മലബാറിലെ മുസ്ലിം മത നേതാക്കളുടെ നിലപാട്? മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരുന്നു? അപ്പോഴെല്ലാം അപ്പുറത്ത് അദ്ദേഹം സോക്കോൾഡ് സെക്യുലറിസത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളാണ്. അന്ന് അദ്ദേഹത്തിന് മതമാണ് പ്രശ്നമെന്ന് തോന്നിയിട്ടില്ലേ എന്ന സംഗതി അവിടെയുണ്ട്. അദ്ദേഹം ഈ തറവാട്ട് പത്രങ്ങളിൽ നിരന്തരമായി ലേഖനം എഴുതിക്കൊണ്ടിരുന്ന ആളായിരുന്നല്ലോ. ഇപ്പോഴാണോ അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം ശരിയായിട്ടുള്ള കോർ മുസ്ലിം അല്ലേ? വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് തരമൊപ്പിച്ച ആളുകൾ അഭിപ്രായം പറയാൻ എടുത്തിട്ടുള്ള സംഗതികളാണ്. ഷാജി ആയാലും മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ കോർ മുദ്രാവാക്യം എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് തരം പോലെയാണ്, അദ്ദേഹത്തിന് സൗകര്യം പോലെയാണ് എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്.